ഷാനുസ് വയനാടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് 2 കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. വെള്ളം ഒന്നാകെ ഒഴിച്ചിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കലക്കിയെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ മാവ് ലൂസായിട്ട് പോവും. പിന്നെ നമുക്ക് വാഴയിലയിൽ പരത്തിയെടുക്കാനുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ കുറച്ച് തിക്നെസ്സിലാണ് ഈ ഒരു മാവ് കലക്കിയെടുക്കേണ്ടത്. വെള്ളം നമ്മൾ നോക്കിയിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മാവ് ഈ ഒരു പാകത്തിന് ഇതാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ഫില്ലിങ് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സമൂസക്കൊക്കെ എടുക്കുന്ന ബീഫ് മസാല ഉണ്ടാക്കി എടുക്കുമല്ലോ, ആ രീതിക്കാണ് കേട്ടോ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഫില്ലിങ് കുറച്ച് വാഴയില കഷ്ണങ്ങൾ ഇതാ കഴുകിയെടുത്തിട്ട് ഒന്ന് ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോ വാഴയില എടുത്തിട്ട് നമുക്ക് മാവൊന്ന് ഇതിലേക്ക് പരത്തി കൊടുക്കാം. മാവ് പരത്തി കൊടുക്കുന്ന സമയത്ത് ലൂസായിട്ട് വാഴയിലയിൽ നിന്ന് ഒലിച്ചു പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മാവൊന്ന് കട്ടിയാക്കി എടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ മാവ് റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുതെന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ നടുക്കിലായിട്ട് കുറേശ്ശെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഞാൻ മാവ് കലക്കിയെടുത്തപ്പോൾ ഇത്തിരി ലൂസായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് മാവ് കുറച്ച് കട്ടിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കുറേശ്ശെ ഫില്ലിങ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഓരോന്നായിട്ട് ഞാനിതാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയിൽ മുക്കിപ്പൊരിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇത്. ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടും നമുക്ക് ഈ രീതിക്ക് ഈ ഒരു അട റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ജീരകം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അരിപ്പൊടിയിൽ ആ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവറും ഉണ്ടാവുന്നതാണ്. അങ്ങനെ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ട് ആവിച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 5-6 എണ്ണം ഇപ്പോൾ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കാം. നമുക്കൊരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. മുകൾ ഭാഗത്തുള്ള ഇലയുടെ റെഡി ആയിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പി കൊണ്ട് കുത്തി നോക്കിയാൽ മതി. അങ്ങനെയാകുമ്പോൾ വെന്തിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ അടിയിലുള്ളത് എടുത്തിട്ട് മുകൾ വശത്തുള്ളത് ഒന്നും കൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ എല്ലാം ഇതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കട്ടിയില്ലാണ്ട് നല്ല നേർത്തി ആയിട്ടുള്ള ഒരു അട തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് നോമ്പ് തുറക്കുന്നൊക്കെ സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലായിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുത്താലും നമുക്കത് മടക്കിയെടുക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. അങ്ങനെ നമ്മുടെ ആവിൽ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഇലയുടെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ നമുക്ക് കാണാം.